എല്ലാവരെയും പോലെ തന്നെ ഓൺലൈൻ വർക്ക് എന്ന് പറയുമ്പോൾ എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്തു, ഫെയിൽ ആയില്ല. ഫസ്റ്റ് മന്ത് തന്നെ എനിക്ക് ഇൻകം വന്നിരുന്നു. ഹായ് ഹലോ, ദിസ് ഇസ് മീ സുരയ്യ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വരുന്ന ദിവസങ്ങളിൽ എന്റെ ഒരു ജേർണി, അതായത് ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ്, ഈ ഒരു വർക്കിലേക്ക് ഞാൻ എങ്ങനെ വന്നു, എന്നിട്ട് എന്റെ ലൈഫൊക്കെ എങ്ങനെ ചേഞ്ച് ആയി, അതുപോലെ എനിക്ക് ഇൻകമും കാര്യങ്ങളും എല്ലാം ഞാൻ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ അത് തന്നെയാണ്. ഞാൻ എങ്ങനെയാണ് ഈ ഒരു വർക്കിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നു. ഇപ്പോ 1.5 വർഷം മുൻപാണ് ഞാൻ ഈ വർക്കിലേക്ക് വരുന്നത്. ഇപ്പൊ ഞാൻ കറന്റ് 1.5 വർഷം ആവുന്നു ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതും ജോയിൻ ചെയ്തിട്ടും ഒക്കെ കേട്ടോ. അപ്പൊ 1.5 വർഷം മുൻപ് എന്റെ ലൈഫ് ഭയങ്കര സ്ട്രഗിൾ തന്നെയായിരുന്നു. അതായത് തീരെ കോൺഫിഡൻസ് ഇല്ല, അതായത് എങ്ങനെ ഗ്രോ ചെയ്യും, അതുപോലെ എന്താണെങ്കിൽ ചെയ്യുക. അതായത് ഞാൻ ബിടെക് 2024 ജൂലൈ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ ശേഷം ഇനി എന്താണ് ചെയ്യേണ്ടത്. പിന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡ് എനിക്ക് വലിയ താല്പര്യമായിട്ട് പഠിച്ചൊന്നല്ല, വീട്ടുകാരെ നിർബന്ധത്തിന് പഠിച്ചിറങ്ങിയതാണ്. അപ്പൊ എന്നാലും നമുക്ക് അങ്ങനെ നോക്കാന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ ജോബൊക്കെ സെർച്ച് ചെയ്തു. ജോബ് എനിക്ക് കിട്ടി, ഇന്റർവ്യൂവിലും എനിക്ക് ജോബ് കിട്ടി. ബട്ട് അതൊന്നും ഞാനൊരു ഇൻകം വൈസോ അല്ലെങ്കിൽ എനിക്ക് പോവാൻ കുറച്ച് ഡിസ്റ്റൻസും കളിക്കണ്ട, അതായത് 2 ബസ് മാറി കയറിയാണ് ഞാൻ അവിടെ എത്താക്കെ ചെയ്യാൻ എനിക്ക് ജോബ് കിട്ടിയിട്ടുള്ള സ്ഥലം. അപ്പൊ അതങ്ങനെ പോകാനുള്ള ബുദ്ധിമുട്ടും അങ്ങനെ കുറച്ച് പേഴ്സണൽ റീസൺസ് കൊണ്ട് ഞാൻ ആ ഒരു ജോബ് വേണ്ടെന്ന് വെച്ചു. പിന്നീട് വേറെ എന്ത് ചെയ്യാം എന്ന് വിചാരിച്ചു. ഭയങ്കര കൺഫ്യൂസിങ് സ്റ്റേജ് ആണ്. അപ്പൊ ആ ഒരു ടൈമിലാണ് ഞാൻ ഒരു ദിവസം റാൻഡംലി ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യായിരുന്നു, വീഡിയോ കാണുമായിരുന്നു. കണ്ടപ്പോ പിന്നെ എന്റെ ഈ ഒരു പേജിൽ തന്നെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ റീൽസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതേപോലത്തെ ഒരു റീല് ഞാൻ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ചെയ്തതായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ട് എടുത്ത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഇതൊരു ജെനുവിൻ ആണോ, ആദ്യം ഇങ്ങനെ ഒരാളുണ്ടോ, നമ്മള് റീലിൽ ഇപ്പൊ പലതും വരാലോ, ഇതൊക്കെ ഉള്ളതാന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ആ ഒരു അക്കൗണ്ട് ഒന്ന് ജസ്റ്റ് മൊത്തത്തിലൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയപ്പോ ഓക്കെ, ഇത് ഉള്ള ഒരാളാണ് എന്ന് വെച്ചാൽ ഇതൊരാള് തന്നെയാണ്, അല്ലാണ്ട് ഇത് ഫേസ് കാണാതിരിക്കും അങ്ങനെയൊന്നുമില്ല. ആളുടെ ഫോട്ടോസ്, പേഴ്സണൽ ലൈഫിലുള്ള ഇപ്പോ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോസ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു ട്രസ്റ്റ് തോന്നി. അതിനുശേഷം ഞാൻ ആ കണ്ട റീലിൽ തന്നെ ആളുടെ നമ്പർ ഉണ്ടായിരുന്നു. അപ്പൊ ആ നമ്പർ എടുത്തിട്ട് ഞാനൊക്കെ വാട്സാപ്പിൽ കൂടി മെസ്സേജ് അയച്ചിട്ട് ഞാൻ വർക്കിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ആളെനിക്ക് വർക്ക് ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തന്നു. വർക്ക് ഡീറ്റെയിൽസ് കേട്ടപ്പോഴും എനിക്ക് ഓക്കെ, ഇനി വലിയ കുഴപ്പമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടും ആളോടത്ത് ഞാൻ എനിക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിച്ച് ആളെ ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ എനിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഞാൻ ഇനി ഇതിന്റെ ബാക്കി സ്റ്റോറി നെക്സ്റ്റ് പാർട്ടായിട്ട് പറയാം. എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ കേട്ടിരിക്കുന്ന നിങ്ങൾക്കും ഒരു മടുപ്പ് വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.